നമസ്കാരം. I am Amrita Anil Kumar, daughter of Anil Kumar. Not the boy, daughter of Anil Kumar. My class is 5C St. Teresa's Nedungunnam. My Instagram page Kunyatta 7064. Not the boy, Kunyatta 7064. ഇതോടുകൂടി ഇംഗ്ലീഷ് നിർത്തി. ഇത് തന്നെ പഠിച്ചത് 3 ആഴ്ച കൊണ്ടാണ്. ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മൈ ഹോമീസ് കടുകുവറ തന്നെ. ഞാനിവിടെ എത്താൻ കാരണം കുട്ടികൾക്ക് പൊതുവെ വിലയില്ല എന്നുള്ളൊരു പ്രതികാരദാഗ്യായിട്ടാണ്. കുട്ടികൾ നിലയിൽ കയറി വന്നപ്പോഴേ പടക്കം കൈയ്യടി തരാമായിരുന്നു. ഇന്നലെ ആന്റിമാരൊക്കെ വന്നപ്പം ഇവിടെ കൈയടിച്ച് ചോര വന്ന അങ്കിൾമാരെയൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ എവിടെയാണോ ആവും. ഒരു ദിവസം സ്കൂളിൽ പരീക്ഷ ഇട്ടു. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് 0 ആണ്. ഞങ്ങളുടെ നാട്ടിൽ അതിന് മുട്ടയെന്നും പറയും. ആ മുട്ട മേടിച്ചോണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോ അമ്മ അറിയുക മുട്ട മേടിച്ചോണ്ട് കയറി വന്നിരിക്കുന്നു പൊട്ടി. ഇനി എന്നെ പറയാനൊന്നുമില്ല. അന്ന് രാത്രി അപ്പ ജോലിയും കഴിഞ്ഞ് വന്നപ്പം അപ്പ മുട്ട മേടിച്ചോണ്ട് വന്നില്ലെന്ന് പറഞ്ഞ് അപ്പായെ നല്ല വഴക്ക്. നിങ്ങളെന്താ മുട്ട മേടിച്ചോണ്ട് വരാഞ്ഞേ? കൊച്ചിന് നാളെ സ്കൂളിൽ കൊടുത്തു വിടാനുള്ള വേറെ കറി ഇല്ല, അതാ ഇതാന്നൊക്കെ പറഞ്ഞ്. അവിടെയും നമ്മുടെ മുട്ടയ്ക്ക് യാതൊരു വിലയുമില്ല. ഒരു ദിവസം ടീച്ചർ ക്ലാസ്സിൽ പരീക്ഷ ഇട്ടു. ടീച്ചർ പറഞ്ഞു എയറോപ്ലെയിൻ്റെ സ്പെല്ലിംഗ് എഴുതിക്കൊണ്ടേല്ലേ. ഞാൻ അതൊക്കെ ആദ്യം തന്നെ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ ടീച്ചർ എൻ്റെ തോളത്തൊക്കെ തട്ടി അപ്രിഷ്യേറ്റ് ഒക്കെ ചെയ്ത് നല്ല കുട്ടിയാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ടീച്ചർ പറഞ്ഞു പേരൻറ്റിൻ്റെ ഒപ്പിട്ടോണ്ടേല്ലേ. ഞാൻ എൻ്റെ അപ്പാടെ ഒപ്പിട്ടോണ്ടിരുന്നു. ടീച്ചർ കള്ളത്തരം കാണിക്കുന്നോടി എന്ന് പറഞ്ഞ് എൻ്റെ ചെവി പിടിച്ച് നല്ല കിഴുക്ക്. എൻ്റെ ടീച്ചർ തന്നെയല്ലേ പറഞ്ഞത് അറിയാന്ന് ആദ്യം ചെയ്യുന്നവരാ നല്ല പിള്ളേരെന്ന്. എനിക്ക് എൻ്റെ അപ്പാടെ ഒപ്പം അറിയാലോ, അതല്ലേ ഞാൻ ആദ്യം ചെയ്തത്. എൻ്റെ അപ്പ കുട്ടികളെ മാത്രമല്ല പറ്റിക്കുന്നത്, മുതിർന്നവരെയും പറ്റിക്കും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ദിവസവും 100 ബിരിയാണി വിൽക്കുന്ന ഒരു ചേട്ടനായിരുന്നു. എൻ്റെ അപ്പാടെ അടുക്ക പറഞ്ഞു ഫ്രഷ് കക്ക ബിരിയാണി വിൽക്കപ്പെടുന്ന ഒരു ബോർഡ് എഴുതി വെക്കാൻ. എൻ്റെ അപ്പ എഴുതി വന്നപ്പോൾ എന്താ ഫ്രഷ് കാക്ക ബിരിയാണി വിൽക്കപ്പെടുന്ന ഒരു ബോർഡ്. ഏതെങ്കിലും കടയിൽ കാക്ക ബിരിയാണി ഞാൻ ആരേലും വരുമോ? ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ എൻ്റെ അപ്പ വേറെയും കുറെ ചെയ്യാറുണ്ട്. ഇതോടുകൂടി അച്ഛൻ്റെ കടയും പൂട്ടി കച്ചവടവും പൂട്ടി. ഇപ്പൊ ജോലിയില്ല, വേലയില്ല, വീട്ടില് വെറുതെ ഇരിപ്പായി. അപ്പായേക്കാളും മണ്ടന്മാരാണ് അപ്പാടെ കൂട്ടുകാരന്മാര്. അപ്പായ്ക്ക് ഒരു കൂട്ടുകാരനുണ്ട്, കേക്ക് അരുൺ. ആ അങ്കിള് 10ാം ക്ലാസ് വെച്ചിട്ട് കേക്ക് മോഷ്ടിച്ചോണ്ടാണ് ആ അങ്കിളിനെ കേക്ക് അരുൺ എന്ന് വിളിക്കുന്നത്. ആ അങ്കിളിന്റെ പേര് അരുൺ എന്നാണ്. അങ്കിൾ ഏത് സിനിമ കണ്ടിട്ട് വന്നാലും ഒരാഴ്ച ആ സിനിമയുടെ കട്ട ഫാനായിരിക്കും. ഒരു ദിവസം അങ്കിള് കമ്മിറ്റിപ്പാട് സിനിമ കാണാൻ പോയി. അങ്കിളിന് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അതിലെ വില്ലനെയാണ്. അങ്കിള് ഞങ്ങളുടെ അവിടുത്തെ ജംഗ്ഷനിൽ വന്നിട്ട് പറയാം ഞങ്ങളൊക്കെ തെരുവട്ടികളാടാൻ ഞങ്ങൾക്ക് ഓണറില്ലെന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ പട്ടുപിടുത്തക്കാരും വന്ന് പൊക്കി എടുത്തോണ്ട് പോകണം. വേറൊരു ദിവസം അങ്കിൾ മിന്നൽമുള്ളി കാണാൻ പോയി. അങ്കിളിന് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിലെ വില്ലനെയാണ്. അങ്കിള് വീട്ടിലോട്ട് വരുമ്പോൾ അങ്കിളിൻ്റെ അച്ഛൻ ഷോക്ക് അടിച്ചിരിക്കുന്നതാണ് അങ്കിള് കണ്ടത്. ഉടനെ അങ്കിള് മിന്നൽമുള്ളി വില്ലന്റെ ഡയലോഗ്, നാട്ടുകാരെ ഓടി വരണ എൻ്റെ അച്ഛനെ കരണ്ടടിച്ച്, നാട്ടുകാരെ ഓടി വരണ എൻ്റെ അച്ഛനെ ഷോക്ക് അടിച്ച്. ആ അങ്കിൾ അല്ലാതെ ഒരു മനുഷ്യരും അത് കേട്ടില്ല. ഇന്നലെ ആ അങ്കിളിൻ്റെ അച്ഛൻ്റെ അടിയന്തരമായിരുന്നു. കുറ്റമൊന്നും പറയില്ലല്ലോ രമേശ് അങ്കിള്, നല്ല പായസമായിരുന്നു. ഒരു ദിവസം ടീച്ചർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എല്ലാവരും അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു ഡസ്റ്റർ വാങ്ങിച്ചോണ്ട് വരാൻ. ഞാൻ വീട്ടിൽ പോയിട്ട് അപ്പ അടുത്ത് പറഞ്ഞു അപ്പ അടുത്ത ആഴ്ച സ്കൂളിൽ കൊണ്ടുപോയി ഒരു ഡസ്റ്റർ വേണമെന്ന്. അപ്പ എങ്ങോട്ടും ബാങ്കിൽ പോയി 10 ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു ഡസ്റ്റർ കാർ വാങ്ങിച്ചുകൊണ്ട് വന്നു. ടീച്ചർ പറഞ്ഞ ബോർഡ് ദുഃഖം ഡസ്റ്റർ, അപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഡസ്റ്റർ കാറ്. പിന്നെ എൻ്റെ അപ്പ മണ്ടനായതുകൊണ്ട് എനിക്കിപ്പോൾ ഈ വേദി ഡസ്റ്റർ കാറിൽ വരാൻ പറ്റും. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എൻ്റെ അപ്പ ഒരു മണ്ടനാന്ന്. താങ്ക് യു.